ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെഡിലാന്തസ് കേളി പിങ്കും പെഡിലാന്തസ് പ്ലാന്റും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ അതിൻ്റെ കെയറിങ്, അതുപോലെ തന്നെ ശരിയായ പോട്ടി മിക്സ് എന്നിവ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് 50 ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ലൈക്ക് അടിക്കുക. ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും, എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പെഡിലാന്തസ് പ്ലാന്റും അതുപോലെ തന്നെ പെഡിലാന്തസ് കേളി പിങ്കും കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു പെഡിലാന്തസ് പ്ലാന്റ്. ഇൻഡോർ ആയിട്ടും നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഈ രണ്ട് പ്ലാന്റും തമ്മിൽ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ പെഡിലാന്തസും അതുപോലെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമുക്കിത് മണ്ണിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഈ പെഡിലാന്തസ് പ്ലാന്റ് അതുപോലെ തന്നെ വെള്ളത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. വെള്ളത്തിൽ നട്ടുപിടിപ്പിച്ച ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പെഡിലാന്തസ് പ്ലാന്റ്. പെഡിലാന്തസ് കേളി പിങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്നൊന്നും വേര് പിടിപ്പിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഇവർ തമ്മിലുള്ള വ്യത്യാസം. നമുക്കറിയാം, മുമ്പ് നമ്മുടെ പറമ്പിലൊക്കെ കണ്ടു വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഈ പെഡിലാന്തസ് പ്ലാന്റ്. പക്ഷേ ഇപ്പോൾ ഇതിന് നല്ലൊരു മാർക്കറ്റാണ്. കാരണം ഇത് നല്ല ഭംഗിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചൊരു വെയിൽ കിട്ടുന്ന, അതായത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന, ഡയറക്റ്റ് കിട്ടേണ്ട ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിനൊക്കെ കണ്ടില്ലേ, നല്ലൊരു പിങ്ക്, വൈറ്റ് അതുപോലെ തന്നെ ഗ്രീന് 3 കളർ കൂടിയിട്ടുള്ള ഒരു വെരിക്കേറ്റഡ് ലീഫായിട്ടാണ് ഈ ഒരു പെഡിലാന്തസ് പ്ലാന്റ് നമ്മൾ കാണുന്നത്. പെഡിലാന്തസ് കേളി പിങ്കിനും ഇതുപോലെ തന്നെ ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, ഇതിലൊരു പിങ്ക് ഷെയ്ഡും കൂടി വരണം. പക്ഷെ ഞാനിത് കുറച്ചൊരു തണലുള്ള ഏരിയയിൽ വെച്ചത് കൊണ്ടാണ് ഇതിന് ആ ഒരു കളറ് കിട്ടാത്തത്. കുറച്ചൊരു വെയിലുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയയിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പിങ്ക് ഷെയ്ഡ് കാണുന്നതാണ്. പെഡിലാന്തസ് കേളി പിങ്കിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് അതുപോലെ തന്നെ അതിൻ്റെ കെയറിങ് ഒക്കെ അടങ്ങിയ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരൊന്ന് ആ പെഡിലാന്തസ് കേളി പിങ്കിൻ്റെ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ ഫസ്റ്റത്തെ ഡിഫറൻസ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ വേര് പിടിപ്പിക്കാൻ രണ്ടും തമ്മിൽ ഒരുപാട് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റാത്തൊരു പ്ലാന്റാണ് ഈ ഒരു പെഡിലാന്തസ് കേളി പിങ്ക്. അപ്പോൾ ഇത് നമുക്കറിയാം, മറ്റേത് നമ്മളൊന്ന് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റും. രണ്ടാമത്തത്, ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് ഗ്രോത്ത് ആകും. പെട്ടെന്ന് തന്നെ ഇത് വളരുന്ന ഒരു പ്ലാന്റാണ് പെഡിലാന്തസ് പ്ലാന്റ്. പക്ഷേ പെഡിലാന്തസ് കേളി പിങ്കിന് സ്ലോ ഗ്രോത്താണ്. അത് സാവധാനം വളരെയുള്ളൂ. ഇതന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 9-10 മാസത്തോളമായി ഞാൻ ഇത് നട്ടു വെച്ചിട്ട്. ഇപ്പോഴും ഇത്രയേ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 3 മാസം മുമ്പാണ് ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്രോ ബാഗിൽ നട്ടത്. ഇത് ഇത്രത്തോളം ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു തമ്മിൽ വ്യത്യാസം. ഇത് അത്രയ്ക്ക് സ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷമായാലൊക്കെ തന്നെയാണ് ഒരു പോട്ടിൽ ഇതൊന്ന് ഫുള്ളാവുക. തിക്കായിട്ട് വളരെ 2 വർഷക്കായാലാണ്. അപ്പോൾ ഇത് തീരെ സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവർ ഈ ഒരു പ്ലാന്റിന്, അതായത് പെഡിലാന്തസ് പ്ലാന്റിന് കുറച്ച് വെള്ളം കൂടിയാലൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, പക്ഷേ കുറച്ചൊന്നും കൂടിപ്പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തണ്ടൊന്നും പെട്ടെന്ന് ചീഞ്ഞു പോകില്ല. കാരണം ഇത് നമുക്ക് വെള്ളത്തിലും വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. പക്ഷേ ഈ പെഡിലാന്തസ് കേളി പിങ്കിന് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അത് തണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചീഞ്ഞു പോകുന്നത് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പെഡിലാന്തസ് പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് വെട്ടിക്കൊടുത്തിട്ട് നല്ല ഗ്രോത്ത് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പെഡിലാന്തസ് കേളി പിങ്ക് നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും വിലയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഈ പെഡിലാന്തസ് കേളി പിങ്ക്. ഹാങ്ങിങ്ങിൽ ബെസ്റ്റ് പ്ലാന്റാണ് ഈ പെഡിലാന്തസ് കേളി പിങ്ക്. പക്ഷേ ഇത് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിയെടുക്കുക.
കാരണം ഇത് ഒരു ചെറിയ സ്റ്റെമ്മ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ സ്റ്റെമ്മ് വെച്ചിട്ടുണ്ടെങ്കിലും ഇത് പിടിച്ചു കിട്ടാൻ ഒരുപാട് പ്രയാസമാണ്, വേര് പിടിക്കാൻ പ്രയാസമാണ്, അതുപോലെ തന്നെ ഇത് വളർന്ന് വലുതാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാന്റാണ് ഈ പെഡിലാന്തസ് കേളി പിങ്ക്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്ന് ഇതിന് നല്ല റേറ്റ് ഉണ്ട്. അതും നല്ല ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു പെഡിലാന്തസ് കേളി പിങ്ക്. ഇതിന് നല്ലൊരു പിങ്ക് നിറമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ പിങ്ക് കാണാത്തത്. നിങ്ങൾ വിചാരിക്കൂ പെഡിലാന്തസ് കേളി പിങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇതിലെന്താ പിങ്ക് നിറമില്ലാത്തത്? പക്ഷേ ഇത് കുറച്ച് വെളിച്ചം കിട്ടാത്ത ഏരിയയിൽ വെച്ചത് കൊണ്ടാണ്. എനിക്കിപ്പോഴും പേടിയാണ് ഈ ഒരു പ്ലാന്റിനെ ഒന്ന് പുറത്തേക്ക്, അതായത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പേടിയാണ്. കാരണം ഇതിനെന്തെങ്കിലും ചെറിയൊരു ഇത് മതി ഇതൊന്ന് നശിച്ചു പോകാൻ. ഒന്ന് ഇളക്കം തെട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അധികം ഒരു വെളിച്ചത്തേക്ക് വെക്കാത്തത്. അപ്പോൾ ഇത് വെളിച്ചത്തേക്ക് വെച്ചതിന് ശേഷം ഇതൊരു ചട്ടിയിൽ തിക്കായി വളർന്നതിന് ശേഷം ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പിങ്ക് ഷെയ്ഡ് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു കേളി പിങ്ക് എന്ന് പറയുന്നത്, കേളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചുരുണ്ടിട്ട് ഇതിൻ്റെ ഈ ചുരുണ്ട ഇലകളും അതുപോലെ തണ്ടും ഒക്കെ ആയിട്ടാണ് ഇതിന് നമ്മൾ കേളി പിങ്ക് എന്ന് പറയുന്നത്. അതാണ് ഒരു വ്യത്യാസം. കാരണം ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കേളി പിങ്കിൻ്റെ, അതായത് ഈ പെഡിലാന്തസ് കേളി പിങ്കിൻ്റെ ലീഫ് നമുക്ക് ചുരുണ്ടിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ പോട്ടി മിക്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണ്ണ്, മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, അതുപോലെ നമുക്ക് പിന്നെ ഉപയോഗിച്ചിട്ട് ചകിരിച്ചോറൊക്കെട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാം. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ കേളി പിങ്കിന്, അതായത് പെഡിലാന്തസ് കേളി പിങ്കിന് നമ്മൾ കൂടുതൽ ചകിരിച്ചോറും വേണ്ട, അതുപോലെ തന്നെ കൂടുതൽ വളങ്ങളൊന്നും ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വളം കൂടിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈർപ്പം കൂടിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും. പക്ഷേ പെഡിലാന്തസ് കേളി പിങ്കിന്, പെഡിലാന്തസ് പ്ലാന്റിന് കുറച്ച് ഈർപ്പം കൂടിയാലോ അല്ലെങ്കിൽ കുറച്ച് വളം കൂടിയാലോ ഒന്നും യാതൊരു കേടും സംഭവിക്കുന്നില്ല. നമുക്കിത് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഒരു 4-5 ദിവസം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് പുറത്ത് കൊണ്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചവും കാറ്റുമൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഇതിലുള്ള ഈ പിങ്ക് ഷെയ്ഡ് നമുക്ക് കാണുള്ളൂ. അല്ലാതെ ഇതൊരു വെറും വൈറ്റും ഗ്രീനും ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയില്ല, ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഭംഗിയാണ്. ഇതുപോലെ തന്നെ പെഡിലാന്തസിൻ്റെ ഗ്രീന് മാത്രമുള്ള ലീഫുള്ള പ്ലാന്റും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തേക്കുള്ള കുറച്ച് ഡിഫറൻസ് ആണ് ഇതിനുള്ളത്. ഈ ഒരു പ്ലാന്റിൻ്റെ 2 പ്ലാന്റിനും ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം, ഒന്നും കൂടി ഞാൻ പറയാം, പെട്ടെന്ന് വളരാൻ പറ്റാത്ത ഒരു പ്ലാന്റാണ് പെഡിലാന്തസ് കേളി പിങ്ക്. ഇതിൻ്റെ വേര് പിടിച്ച് കിട്ടാൻ പണിയാണ്. ഇത് വെള്ളം നനയ്ക്കുമ്പോൾ വാട്ടറിങ്ങും അത് തന്നെ വളം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പക്ഷേ ഈ ഒരു പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും, പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. നല്ല ഗ്രോത്ത് ആയിട്ട് വളരും, നല്ല തിക്കായിട്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു പെഡിലാന്തസ് പ്ലാന്റ്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ 2 ഏകദേശം, ഞാനും മുമ്പ് വിചാരിച്ചിട്ടുണ്ട് 2 ഒരുപോലെ തന്നെയല്ല പ്ലാന്റ് എന്ന്. പക്ഷേ ഇത് നട്ട് നോക്കിയാലേ അറിയുള്ളൂ. ഇതൊക്കെ ചില വീട്ടിലൊക്കെ നമ്മൾ കാണലുണ്ട്, ഒരുപാട് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ. അത് എനിക്ക് തോന്നുന്നു 2, 3, 4, 5 വർഷമായിട്ടായിരിക്കും അവർ ഇത്രത്തോളം ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പെഡിലാന്തസ് കേളി പിങ്കും അതുപോലെ തന്നെ പെഡിലാന്തസ് പ്ലാന്റും തമ്മിലുള്ള ഡിഫറൻസും അവർക്ക് കൊടുക്കേണ്ട കെയറിങ്ങും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.